ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് പുറത്തു പോവല്ല, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത്. ഹോസ്പിറ്റലിൽ പോകാനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഉമ്മാക്ക് വയ്യായിരുന്നു, അനിയനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അവരായിട്ട് ഞാനും കൂടെ വെറുതെ പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ നൈറ്റ് ഡോക്ടർ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് ആയിട്ടോ. ഫസ്റ്റ് നമ്മൾ ഗുരുവായൂർക്കാണ് പോയത്. അവിടെ നമുക്കൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി. നമ്മൾ ഓട്ടോയിലാട്ടോ പോയത്, അസുഖൻ്റെ വണ്ടിയല്ല, വേറെ വണ്ടി. അയമി കുറേ നേരം ഇരുന്നു, കരഞ്ഞ് കരഞ്ഞ വശം ഞാൻ മുട്ടായിയൊക്കെ മേടിച്ചു കൊടുത്തിരുത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത്, ഡോക്ടർ ഇരിക്കുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളവിടുന്ന് നേരെ പോയത് ഒരു നമ്മൾ സ്ഥിരം പോകുന്ന അവിൽ മിൽക്കിൻ്റെ കടയല്ല, വേറൊരു അവിൽ പ്രോയിലേക്കാണ്. ചാവക്കാടനുള്ള അവിൽ പ്രോയിലാണ് കേട്ടോ പോയത്. ഇത് മെയിനാണ്. ദെൻ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് അവിൽ മിൽക്ക് മാത്രമാണ് കുടിച്ചത്. കഴിക്കാനൊന്നും തന്നെ മേടിച്ചില്ല. ഉമ്മ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ മേടിച്ചോന്നും, പിന്നെ നമ്മൾ മേടിച്ചില്ല. നമ്മൾ രാത്രി മന്തി മേടിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ്. സോ ഏകദേശം 8 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം മന്തി കഴിക്കേണ്ട സമയമായല്ലോ. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ എത്തി. ഇതാ ഇവിടെ എങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. നമ്മളൊരു 1 അവറോളം അവിടെ പോസ്റ്റ് അടിച്ചിരുന്നു. ദെൻ അയ്മി പിന്നെയും കരഞ്ഞപ്പോൾ ഇതാ ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്ത് ഇരുത്തി. പിന്നെ ആളങ്ങോട്ട് വാശി, ഭയങ്കര വാശിയായിട്ടോ. പിന്നെ അങ്ങോട്ട് വാശി നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും വെറുതെ ഇരിക്കാനും അങ്ങനെ കുറേ 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 കരഞ്ഞു. നമ്മൾ അവിടുന്ന് പോന്നു കേട്ടോ. പോസ്റ്റ് അടി കഴിഞ്ഞ് നേരെ ATMലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ATMൽ കയറിയിട്ട് പിന്നെ നമ്മൾ കാശൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിലോട്ട് പോയിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് അഫ്സൽക്ക് വന്നിട്ട് മന്തി മേടിക്കുക എന്നുള്ള പ്ലാനിങ് ഒക്കെ ആയിരുന്നു. അതിന് മുന്നേ നമ്മൾ ഇവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ചിട്ട് പോകാം. പക്ഷെ നോക്കുമ്പോൾ ചാവക്കാട് സ്പോട്ടിലുള്ള മന്തിയൊക്കെ ഒരുവിധമൊക്കെ ഫിനിഷായെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു സാരമില്ല, അഫ്സലിക്ക് വരാൻ എന്തായാലും 10 മണി 11 മണിയൊക്കെ ആവും. അപ്പം നമുക്ക് അപ്പം മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ അഫ്സലിക്ക വന്നു. ഇപ്പം ഞാനും അഫ്സലിക്കയും അയമിച്ചയും കൂടെ മന്തി മേടിക്കാൻ വേണ്ടി പോയി. നമ്മൾ സാദാ മന്തി സ്പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹംദി മന്തിയാണ് കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ മന്തി മേടിക്കാൻ. പിന്നെ ഇത് അവിടെ നിന്ന് നമ്മൾ മന്തി മേടിക്കാനായിട്ട് നേരെ പോയി. നമ്മൾ മന്തി പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കാറിലിരുന്ന് കളിക്കലൊക്കെ ചെയ്തു കേട്ടോ. അയമിച്ച വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട്, അയമിച്ച ഉപ്പ വന്നാൽ പിന്നെ നല്ല മൂടായിരിക്കും. പിന്നെ അഫ്സലിക്ക് തന്നെ പോയിട്ട് മന്തിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പെരി മന്തിയാണ് കഴിക്കൽ. ഇപ്രാവശ്യം നമ്മൾ സാധാ മന്തി മേടിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതൊന്നും എൻ്റെ അനിയന്മാർക്ക് ഇഷ്ടമല്ല. സോ നമ്മൾ സാധാ മന്തി മേടിച്ചു, പാർസലാണ് മേടിച്ചത്. വീട്ടിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി മന്തി കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.